കുട്ടീസ്, അരുണിമ മിസ് ആണേ. എല്ലാവരും എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുന്നില്ലേടാ? ഇതാ ടീച്ചർ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മാരത്തോണുകൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാരത്തോണിൽ വെച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് അരുണിമ മിസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മറന്നു പോവരുത്. യെസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, നടാൻ ഉപയോഗിക്കുന്ന ഭാഗം യോജിപ്പിച്ചു വരയ്ക്കാം എന്നുള്ളതാണ്. പലതരം ചെടികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കൃഷി ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നല്ല രീതിയിൽ ആഹാരത്തിന്റെ ആവശ്യമുണ്ട് അല്ലെ. ആഹാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃഷികൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പൈസയ്ക്ക് അല്ലെ, സമ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല വിളകളും കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കത്തില്ല, പലതരം സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെ, അസംസ്കൃത വസ്തുക്കളായിട്ട് ചില സാധനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റബ്ബർ ചെടി. റബ്ബർ നമ്മൾ എന്തിനാ കൃഷി ചെയ്യുന്നത് അല്ലെ? റബ്ബർ നമുക്ക് കഴിക്കാനൊന്നും അല്ലല്ലോ. കാരണം അല്ലെ, റബ്ബർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ, ടയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ചെടിയും നമ്മൾ നോക്കുന്ന സമയത്ത് ആ ചെടികൾ വളർന്നു വരാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത തരം കാലാവസ്ഥയാണുള്ളത്. ആ ചെടികൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുന്നത് അല്ല. ഓരോ ചെടികളും പല പല സ്ഥലങ്ങളിലാണ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ അല്ലെ, അതിന്റെ പല പല ഭാഗങ്ങൾ നട്ടുകൊണ്ടാണ് ഓരോ ചെടിയും എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്ത്, ഇപ്പൊ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കൾ കാണാൻ പറ്റും. അതേസമയം അല്ലെ, ആ പൂക്കൾ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി നട്ടു കഴിഞ്ഞാൽ അവർ നമ്മൾ ഇവിടെ കാണുന്ന അത്ര ഭംഗി അവിടെ ഉണ്ടാവോ? അല്ലെങ്കിൽ അവിടെ കാണുന്ന അത്ര ഭംഗി ഇവിടെ ഉണ്ടാവോ? അതിപ്പോ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ചു അല്ലെ. ഇപ്പൊ ചില പൂക്കൾ ഇവിടെ ആയിരിക്കും ഭയങ്കര ഭംഗി ഉണ്ടാവുക, ചില പൂക്കൾ അവിടെ ആയിരിക്കും ഭയങ്കര ഭംഗി ഉണ്ടാവുക. ചില പൂക്കൾ എന്ത് ചെയ്യില്ല, ഇവിടെ വളരെയില്ല. എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓരോന്നും നടാൻ എന്താണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കേ. ചെമ്പരത്തി നമ്മൾ എന്തുപയോഗിച്ചാണ് നടുന്നത്? അതേപോലെ തന്നെ പയർ നടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ചേമ്പ് നടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, ചെമ്പരത്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെ, നമ്മൾ എന്താണ്, ചെമ്പരത്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാനുണ്ട്, അതിന്റെ കമ്പ് കുഴിച്ചിടാറുണ്ട് അല്ലെ. ചെമ്പരത്തിയുടെ കമ്പാണ് നമ്മൾ കുഴിച്ചിടാറ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പയറാണ്. പയറിന്റെ ഏത് ഭാഗമാണ് നമ്മൾ നടാറ്? നമ്മൾ പല തരത്തിൽ അല്ലെ പയറിന്റെ ഉപ്പേരി വെച്ച് കഴിക്കാറുണ്ട്, പയറില വെച്ചിട്ട് നമ്മൾ വിഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. പയർ എല്ലാവർക്കും ഇഷ്ടമാണോ? യെസ്. അപ്പൊ പയറിന്റെ ഏത് ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഏതാണ്? പയറിന്റെ വിത്താണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പൊ പയർ കഴിഞ്ഞു, അടുത്തത് ഏതാണ്? ചേമ്പാണ് അല്ലെ. ചേമ്പ് കഴിച്ചിട്ടുണ്ടോ കൂട്ടുകാരെ? ചേമ്പ് ഇഷ്ടമാണോ? യെസ്. ചേമ്പിന്റെ ഏത് ഭാഗമാണ് നമ്മൾ നടാറുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചേമ്പിന്റെ ഏത് ഭാഗമാണ്? ചേമ്പിന്റെ കിഴങ്ങാണ് അല്ലെ നമ്മൾ നടാറ്. യെസ്. അപ്പൊ ഇങ്ങനെ എക്സാമിന് നിങ്ങളോട് പലതരത്തിൽ ചോദിക്കും. വിത്ത് നട്ടുണ്ടാകുന്നവ ഏതാണ്? കമ്പ് നട്ടുണ്ടാവുന്ന ഏതാണ്? കിഴങ്ങ് നട്ടുണ്ടാവുന്നത് ഏതാണ്? ഇല നട്ടിട്ടുണ്ടാവുന്നത്. അപ്പൊ വിത്ത് നട്ടിട്ടാണ് ചീര, മത്തൻ, വെണ്ട എന്നിവ ഉണ്ടാവുന്നത്. കമ്പ് നട്ടിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? കപ്പ, കോവൽ, മുരിങ്ങ. കിഴങ്ങ് നട്ടുണ്ടാകുന്നത് ഏതൊക്കെയാണ്? കാച്ചിൽ, ചേമ്പ്, ചേന. ഇല നട്ടുണ്ടാകുന്നവയാണ് ഇലമുളച്ചിയും നിശാഗന്ധിയും ഒക്കെ. അപ്പൊ ടീച്ചർ പറഞ്ഞ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ സൈലത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്യും. അപ്പൊ അടിപൊളിയായിട്ട് വായിക്കാം. ബൈ.